നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. മാതാമേ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഒരു പ്രൈമറി സ്കൂളിൽ കുട്ടികളോട് സംവദിക്കാൻ പോയ സമയത്ത് കുട്ടികളോട് അമ്മയുടെ മഹത്വം, അച്ഛൻ്റെ മഹത്വം, മുതിർന്നവരെ ആദരിക്കണമെന്നുള്ളത്, വിശേഷിച്ച് അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു. ആ സമയത്തൊരു മോള് ചോദിച്ചു, സ്വാമി ആൾ കൊള്ളാലോ, ഞങ്ങളോട് അമ്മയെ സ്നേഹിക്കണം, അമ്മയെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നു. എന്നാൽ നിങ്ങളാകട്ടെ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് പോയിരിക്കുക സന്യാസം എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിക്കുന്നത്? നിങ്ങൾ കപടനല്ലേ? കാരണം സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് പോയ ആൾ ഞങ്ങളോട് പറയുന്നു അമ്മയെ സ്നേഹിക്കണം, അമ്മ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ. ഇത് കാപട്യമല്ലേ എന്നൊരു മോള് ചോദിച്ചു. അതിനൊരു സാധ്യതയുള്ളത് ആളെപ്പുറത്ത് അമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ മാതൃഭാവത്തിൽ ആണ് അവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ലീലയെക്കുറിച്ച് പറയുന്ന അവിടെ നേരത്തെ തന്നെ മലനടയിൽ ഭഗവതി എന്നൊരു പ്രതിഷ്ഠയുണ്ട് അവിടെ. അതിന് മഹിഷിയുടെ സങ്കല്പത്തിൽ അതാണ് മഹിഷി മലനടയിൽ ഭഗവതിയായിട്ട് അവിടെ കുടിയിരുത്തിയിരിക്കുന്നു. നമ്മുടെ പല ക്ഷേത്രങ്ങളിലൊക്കെ യക്ഷിയുടെയും മറ്റും പ്രതിഷ്ഠകൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ന് വൈകുന്നേരം 6:30 സന്ധ്യാദീപം.